ഒപ്പം വർക്ക് ചെയ്യുന്നവന് തീരെ സുഖം. ഇജ് പോയിട്ട് കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് വരും എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ വിട്ടു. അർപ്പിച്ച് ഞാൻ മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ മക്കള് താഴെ നിർത്തി. മെഡിക്കൽ ഷോപ്പ് ഇല്ലത് കുറച്ച് ഉയരത്തിലാണ്. മെഡിക്കൽ ഷോപ്പിലെത്തി. ഇപ്പൊ ഒരു ബംഗാളിന്റെ മുന്നേ കൂടെ സൈക്കിളും ചോട്ടി പോണു. അപ്പൊ ഞാൻ ആരായി ഓൻ പറഞ്ഞു മരുന്നെല്ലാം വാങ്ങിയാണ്ട് ഞാൻ സൈക്കിളിന്റെ ബാസ്കറ്റിൽ കൊടുത്തു. ഇത്ത പരിപാടി സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം. ഫ്രൂട്ട്സിന്റെ എല്ലാം തൊലി കളയുന്ന പീലർ ഇല്ല. പീലർ ഒന്ന് വാങ്ങാൻ പറഞ്ഞു. ഉള്ളിൽ കയറിയപ്പോ ആകെ കൺഫ്യൂഷൻ ആയി. ഇതെവിടെ കിട്ടും? ഒരു മാലാകനായി ഇവൻ വന്ന്. ഇവനും ഞമ്മളാണ്. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ. പീലർ ചോദിച്ചപ്പോ ഒരു പീലറിന്റെ പൂരം തന്നെ ഓൻ കാട്ടി. ഒരുപാട് സാധനങ്ങൾ കാണുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. അങ്ങനെ ഞാൻ അവസാനം ആ പീലറി അടിച്ച് ഷോപ്പിലെത്തി. ഇനിയിപ്പോ പീലറിന്റെ ഉദ്ഘാടനം നിർവഹിക്കണല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ആ കർമ്മം നിർവഹിക്കാണ് സുഹൃത്തുക്കളെ. മൂഞ്ചി ആകെ ഒരുമാതിരി പീലർ. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് ഞാൻ പുറത്തിറങ്ങി. എന്നും ഞാൻ നേരെ റൂമിലേക്കാണ് പോലെ. ഇന്ന് നമ്മള് മലയാളീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു. അപ്പൊ ഉണ്ട് ഇവന് ഫോർക്ക് ലിഫ്റ്റ് കൊണ്ട് കളിക്കും. പിന്നെ ഓന്റെ ഒപ്പം കുറച്ചു നേരം കയറിയിരുന്നു. ഓനാണെങ്കിൽ അതിന്റെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളും ഇതെങ്ങനെ കൈകാര്യം ചെയ്യാന്നില്ലൊക്കെ പറഞ്ഞു. സംഭവം രണ്ടിട്ടം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇതിന് പ്രത്യേക ലൈസൻസ് തന്നെ വേണം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് അവിടെ ചാരിക്കുന്ന സത്താറാക്കാനെ വേണം കുറച്ചു നേരം മോട്ടർ. സംഭവം സത്താറാക്ക അവിടെ അല്ലെങ്കിൽ അതാണ് പൂട്ടേണ്ടി വരും. ചാരിക്കണ്ടില്ലേ അവിടുത്തെ നെടുന്തൂടാണ്. ആ നെടുന്തൂടാണ് തട്ടിയ അതൊക്കെ പാടാണ് കൊയിഞ്ഞു. അവസാനം മോട്ടർ ആയത് ഞാനാണോ എന്നൊരു ഡൗട്ട്. ശുഭം.